നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ആരോഗ്യരംഗത്ത് വലിയ മാതൃകയാണ് കേരളമെന്ന വ്യാജ പ്രചരണങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് വ്യാജ പ്രചരണമാണെന്ന് പറയാൻ കാരണം നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. കൊറോണ കാലത്ത് ഇത്തരത്തിലുള്ള വലിയ പ്രചരണം ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടും സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ടും ഒക്കെ വലിയ രീതിയിലുള്ള മരുന്നില്ല, അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒന്നും തന്നെ അവിടെ ഇല്ല, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. വലിയ മാതൃകയാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു തരത്തിലുള്ള മാതൃകയുമല്ല ആരോഗ്യരംഗമെന്നാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന ഹൃദ്രോഗികൾക്ക് വലിയ ദുരിതമുണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്റ്റെന്റും അനുബന്ധ സാമഗ്രികളും തീർന്നതിനാൽ ഹൃദ്രോഗികൾക്കുള്ള ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും നിലച്ച അവസ്ഥയിലാണ്. സ്റ്റെന്റ് വിതരണം ചെയ്യുന്ന ഏജൻസികൾക്ക് കുടിശ്ശിക തുക വിതരണം ചെയ്യുന്നതിൽ സംഭവിച്ച വീഴ്ചയാണ് ഈ ഗുരുതര സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് കാത്ത് ലാബ് സൗകര്യമുള്ള 19 സർക്കാർ ആശുപത്രികളിൽ നിന്ന് 1.5 വർഷമായി 143 കോടി രൂപ ഏജൻസികൾക്ക് നൽകാനുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മാത്രം 49 കോടി രൂപയാണ് ഇവർക്ക് നൽകാനുള്ളത്. കുടിശ്ശിക ലഭിക്കാത്തതിനാൽ ഏജൻസികൾ 1 മുതൽ വിതരണം നിർത്തിവെച്ചിട്ടുണ്ട്. നേരത്തെ സ്റ്റോക്ക് ചെയ്തിരുന്ന സ്റ്റെന്റുകൾ അവർ തിരിച്ചെടുത്തിരുന്നില്ല. ഇതുപയോഗിച്ചാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ശനിയാഴ്ച വരെ ആൻജിയോപ്ലാസ്റ്റിയും ആൻജിയോഗ്രാമും നടന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 2 കാത്ത് ലാബുകളിലുമായി ദിവസം ശരാശരി 20 വീതം സ്റ്റെന്റുകൾ ആവശ്യമുണ്ട്. ഹൃദയാഘാതത്തോടെ വരുന്നതും ഉടൻ സ്റ്റെന്റ് ഇടേണ്ടതുമായ 5 മുതൽ 10 വരെ കേസുകൾ ദിവസവും ഉണ്ടാകുന്നുമുണ്ട്. ഇത്രയേറെ രോഗികൾ ആശ്രയിക്കുന്ന ഈ സർക്കാർ ആശുപത്രിയിലാണ് ഇത്തരത്തിലുള്ള അനാസ്ഥ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഗുരുതരാവസ്ഥയിൽ വരുന്നവർ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്.